Hey guys, welcome back to another video. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് 6th ജനറേഷൻ ആയ ടൊയോട്ട സെലിക്കയാണ്. സിലിക്ക എങ്ങനെ സൂപ്പറായി പോലെ ഇരിക്കുന്നത് ഏകദേശം ഞാൻ പറയുവാണെങ്കിൽ സിലിക്കയാണ് ആദ്യം. അത് 1917 കാലഘട്ടത്തിലാണ് ആദ്യം സിലിക്ക വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ സൂപ്പർ വരുന്നത്, ഒരു 1978 മോഡൽ. അപ്പം ഈ സിലിക്കയിലെ പവർഫുൾ മോഡൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ST205 ആണ് ഏറ്റവും കൂടുതൽ പവർഫുൾ മോഡൽ. ഇത് ST202 ആണ്. ഇതിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വരുമ്പോൾ ഇത് സ്റ്റേജ് 2 ട്യൂൺഡാണ് വണ്ടി. ഇതിൻ്റെ സ്റ്റോപ്പിൽ ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 130 PS ആയിരുന്നു. പക്ഷേ ഇത് ഒരു 182 വരെ PS ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ മലപ്പുറത്താണുള്ളത്. നമ്മളുടെ അനസ് ബ്രോ ഉണ്ട്. ബ്രോ വെൽക്കം. നമ്മുടെ കാറിൻ്റെ ഓണറാണ്. അപ്പോൾ ബ്രോ ഫസ്റ്റ് കാർ എന്നാണ് എടുക്കുന്നത്? ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 1 year ആയി. 1 year ആയി. അപ്പം എങ്ങനെയാണ് നമ്മൾ സിലിക്കയിലേക്ക് എത്തുന്നത്? സെലിക്ക എൻ്റെ അത്യാവശ്യം കാർ കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സെയിൽ നോട്ടീസ് വന്നപ്പോൾ അങ്ങനെ എടുത്തതാണ്. അതിങ്ങനെ പോയി ബൈ റോഡ് ഓടിച്ചു വന്നതാണ് വണ്ടി. ബൈ റോഡ് ഓടിച്ചു വന്നു. ഏകദേശം 2500 kilometers കവർ ചെയ്ത് വന്നു. നേരത്തെ ആഗ്രഹമായിരുന്നോ ബ്രോയ്ക്ക് സിലിക്ക എടുക്കണമെന്ന്? ഞാൻ കുറേ മുന്നേ ഓൺ ചെയ്തതൊക്കെ ഏകദേശം ജർമ്മൻ കാർസായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ മാറി മാറി JDMലേക്ക് വന്ന് കുറച്ച് SUVs ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. 2 വണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നപ്പോൾ എനിക്കങ്ങനെ ഇഷ്ടമായിട്ട് എടുത്തതാണ്. എങ്ങനെ ഉണ്ടായി? തേടി പിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നോ? വണ്ടി കുറച്ച് കുറവാണ്. പിന്നെ ഇങ്ങനെ ഈ നല്ലൊരു കണ്ടീഷനിലുള്ള വണ്ടി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ പിന്നെ അങ്ങനെ പോയിട്ട് എടുത്തു വന്നതാണ്. ഇപ്പോൾ 2500 kilometer ബ്രോ ഓടിച്ചെന്ന് പറഞ്ഞില്ല. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസും കാര്യങ്ങളും? എനിക്ക് മോസ്റ്റ്ലി ഹൈവേ ആണ് കിട്ടിയിരുന്നത്. അപ്പോൾ എനിക്ക് മുംബൈ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ അതെല്ലാം കിട്ടി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒറ്റ സ്ട്രെച്ചിലായിരുന്നു മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് എത്തിയത്. പിന്നെ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്തത്? എടുത്തു കഴിഞ്ഞിട്ട് പെയിൻറ്റ് വർക്ക് ഉണ്ടായിരുന്നു, വീൽസ് ചേഞ്ച് ചെയ്ത്, പിന്നെ അത്യാവശ്യം ഇൻറ്റീരിയർ കാര്യങ്ങൾ, അങ്ങനെ കോസ്മെറ്റിക്കലി കുറച്ച് കാര്യങ്ങൾ ചെയ്ത്, പിന്നെ ജനറൽ സർവീസസ്, പിന്നെ അങ്ങനെ കുറച്ച്. എങ്ങനെയുണ്ട് മെയിൻ്റെനൻസ് ചെയ്യാൻ? എങ്ങനെയുണ്ട്? ബുദ്ധിമുട്ടുണ്ടോ? മെയിൻ്റെനൻസ് പാർട്സ് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ ഭയങ്കര കുറവാണ്. പിന്നെ ഇവിടുത്തെ പാർട്സ് ആയിട്ട്, ഇവിടുത്തെ വണ്ടികളുടെ പാർട്സ് ആയിട്ട് മാച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ചില വണ്ടികളുടെ അങ്ങനെ മാച്ച് ചെയ്യണ ഇതുണ്ടാവും. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഏതാണെങ്കിൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ജപ്പാൻ അല്ലെങ്കിൽ ദുബായ് അങ്ങനെ സോഴ്സ് ചെയ്യേണ്ടി വരും. അപ്പം എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സർവീസും കാര്യങ്ങളിപ്പം എവിടെയാണ് ചെയ്യുന്നത്? നമ്മൾ ലോക്കലി ചെയ്യാം. ഓക്കെ. പിന്നെ നമുക്ക് വർക്ക്ഷോപ്പ് ഉണ്ട്, അപ്പോൾ അവിടെ ചെയ്യാം. ഓക്കെ. അതിന് പിന്നെ ആലോചിച്ച് സെറ്റ് ബ്രോ തന്നെയാണോ അറിയാൻ? അതെ. ഫ്രണ്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ്? നമുക്ക് ഫ്രണ്ടിലെ ബമ്പേഴ്സ് വരുന്നത് വാരിയസ് 2 കിറ്റാണ്. വാരിയസ് 2 കിറ്റാണ് വരുന്നത്, സൈഡ് ബാക്ക് എല്ലാം വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഒരു അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഉണ്ട്, പിന്നെ റീംബസ്ഡ് എൻക്യാൻ ഉണ്ട്, പിന്നെ എൻജിൻ സ്റ്റേജ് 2 ട്യൂൺഡാണ്, വേറെ നൈട്രസ് കിറ്റ്. ഓക്കെ, നമുക്ക് എൻജിൻ പേ ആവശ്യം ബ്രോ. അപ്പം എൻജിൻ സൈഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ്? നമുക്ക് ക്യാൻഡൻ്റെ ഒരു ഇൻടേക്ക് ഉണ്ട്, കോണിക്കൽ ഇൻടേക്ക്, പിന്നെ ഒരു നൈട്രസ് കിറ്റ് വരുന്നുണ്ട്, പിന്നെ സ്റ്റേജ് 2 ട്യൂൺഡാണ്. വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം സ്റ്റേജ് 2 ചെയ്ത് കഴിഞ്ഞപ്പോൾ പെർഫോമൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. യെസ്, സ്റ്റോക്ക് ഏകദേശം 130 bhp വരുന്നത്, ഇത് ഏകദേശം 180 പുഷായിട്ടുണ്ട്. ഓക്കെ ബ്രോ, അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ഇൻറ്റീരിയറിൽ നമ്മൾ സീറ്റ്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഡാഷ്ബോർഡിലെ ലെതർ അപ്പോൾസ്ട്രി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ RPM ഗേജസ് അങ്ങനെയൊക്കെ, പിന്നെ ഫ്ലോറിങ് കാര്യങ്ങൾ അങ്ങനെ നോർമലി കോസ്മെറ്റിക്കലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇൻറ്റീരിയർ ഇതെല്ലാം സ്റ്റോക്ക് വരുന്നത് തന്നെയാണോ? അല്ലല്ല, ഇതെല്ലാം കസ്റ്റമൈഡാണ്. ഈ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം കസ്റ്റമൈഡാണ്. ഇൻഫർടൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതൊക്കെ കസ്റ്റമൈഡ്, ആഫ്റ്റർ മാർക്കറ്റാണ്. എങ്ങനെയുണ്ട് കൊണ്ട് നടക്കാൻ? നമ്മൾ റോഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്, പക്ഷെ ഞാൻ മാക്സിമം താഴ്ത്തിയിട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. വേറെ പിന്നെ കോയിൽ ഓവറിൻ്റെ ഒരു അൺകംഫർട്ടബിലിറ്റി ഉണ്ട്. അതെ, ചാടി ഇരിക്കും. ഹൈവേയിലൂടെയൊക്കെ വരുമ്പോഴാണ് നല്ലോണം ഫീൽ ചെയ്യാറ്. എന്താണ് ബ്രോ കാറിൻ്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ്? ഇനി എന്തെങ്കിലും? ഇനി ഇപ്പോൾ
എക്സോസ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എനിക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മളൊരു ഫുൾ എക്സോസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അങ്ങനെ കുറച്ച് പ്ലാൻ ഉണ്ട്, എല്ലാം നടക്കുകയാണെങ്കിൽ. ബ്രോയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ബ്രോ ഇടുന്നതല്ലായിരിക്കും. അപ്പം കൂടുതൽ അറിയണമെങ്കിൽ ഗോ ചെക്ക് ഇറ്റ് ഔട്ട് മസ്റ്റ് വാച്ച് ആണ് ബ്രോ. അപ്പം എങ്ങനെയുണ്ട് വണ്ടി, റോഡ് പ്രസൻസ്, ആളുകളൊക്കെ? ഓഫ് കോഴ്സ് ആൾക്കാരൊന്നും ഭയങ്കര നല്ലൊരു റിയാക്ഷനാണ് എപ്പോഴും കിട്ടാറ്. ലൈക്ക് നമുക്ക് ചില സൈഡിൽ നിന്ന് നോക്കുമ്പോൾ സുപ്രൻ്റെ ഒരു കട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുറേ സ്ഥലത്ത് നിന്ന് സുപ്ര എന്ന് പറഞ്ഞിട്ട് തരുന്നുണ്ട്. പിന്നെ കുറേ വീഡിയോസിലൊക്കെ കമന്റ്സ് വരാറുണ്ട് സുപ്ര എന്ന് പറഞ്ഞിട്ട്. ബ്രോ, അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇപ്പോൾ വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് എനിക്ക് എടുക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം ബ്രോ അവർക്ക് എന്തൊക്കെ ടിപ്സാണ് കൊടുക്കുന്നത്? പാർട്സ് സോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓഫ് കോഴ്സ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ സോഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ എടുത്തു കഴിഞ്ഞാൽ അത് മടുത്തു പോകും. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ പാർട്സ് അവൈലബിൾ ആണ്. ലൈക്ക് ദുബായ്, ജപ്പാനിൽ, പിന്നെ മലേഷ്യ, അങ്ങനത്തെ കൺട്രീസിലൊക്കെ പ്രശ്നമൊന്നുമില്ല. പാർട്സ് ഈസിലി അവൈലബിൾ ആണ്. ലൈക്ക് നമ്മൾ ഇവിടുന്ന് നോർമൽ വണ്ടിയുടെ പാർട്സ് മേടിക്കുന്ന പോലെ തന്നെ മേടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പാർട്സും എക്സ്പോർട്ട് ചെയ്താലും എടുക്കാൻ പറ്റും. അതെ. എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചെറിയൊരു സാധനം വേണമെങ്കിൽ, ഇപ്പോൾ ബ്രേക്ക് പാഡ് വേണമെങ്കിൽ, ഇപ്പോൾ ഞാൻ ബ്രേക്ക് പാഡ് മാറ്റാൻ എനിക്ക് ഏകദേശം ഒരു 2 വീക്സോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം നമുക്ക് മാച്ച് ചെയ്യുന്ന പാർട്സ് നമ്മൾ ലോക്കലി എല്ലാം അന്വേഷിച്ച് ഒന്നും കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയത് ടൊയോട്ട കൊറോണ ഇല്ലേ, സെയിം ബ്രേക്ക് പാഡാണ്. അങ്ങനെ മാച്ച് ചെയ്തെടുക്കാം. അങ്ങനെയൊക്കെ കുറച്ച് പാർട്സിൻ്റെ അവൈലബിലിറ്റി കുറച്ച് ബുദ്ധിമുട്ടാണ്, അത്ര തന്നെ ഉള്ളൂ. കുറച്ചൊക്കെ നമ്മൾ കോപ്പ് ചെയ്യേണ്ടി വരുമായിരിക്കും. അതെ 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 അതെ, കുറച്ച് നടക്കേണ്ടി വരും പാർട്സ്. വേറെ നല്ലൊരു വണ്ടി കിട്ടുവാണെങ്കിൽ അപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് അതിൽ തന്നെ സോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. അപ്പം ബ്രോ, താങ്ക് യു. വണ്ടി കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതിന് താങ്ക് യു. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരായിരിക്കും. ബൈ.